അതായത് സുഹൃത്തുക്കളെ അതേ വലിയ പണി വരുന്നുണ്ട്. അത് വെറൈറ്റി സാധനമാണ്, പണിയല്ല നല്ല സാധനമാണ്. ഇന്നത്തെ ഷെഫ് ചെറുക്കനാണ്, മോനാണ്, അവനുണ്ടാക്കുകയാണ്. അവൻ പാചകകലയിൽ അതിവിദഗ്ധനാണ് എന്നാണ് പറയപ്പെടുന്നത്. അല്ല കേട്ടോ, അവൻ നല്ല, അവന് ഷെഫാകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ലല്ലടാ. വഴി മാറിപ്പോയി. അവൻ്റെ അടിപൊളി ഇതിൻ്റെ തന്നെയാണോ സാധനം? അവസാനം കാണിച്ചു തരാം. അവസാനം ഇടും. ചിക്കനും അതിന് മഷ്റൂമും. പൊളി റിച്ച് സാധനമാണ്. എന്തായാലും നമുക്ക് നോക്കാം, ഉണ്ടാകട്ടെ, കാണിച്ചു തരാം, എല്ലാവരെയും കാണിച്ചു തരാം. റോസ്മേരി ഒക്കെ ഇട്ടിട്ടുണ്ടോ? റോസ്മേരിയുടെ ഗുണം എന്നാടാ? റോസ്മേരി എന്നാന്ന് കാണിച്ചു തരാം. ഇതാണ് റോസ്മേരി. ഇതുണ്ടോ, കഴിഞ്ഞ ദിവസം ഒരിടത്തൊന്ന് പറിച്ചുകൊണ്ട് കൊണ്ട് വെച്ചതാണ് റോസ്മേരി. ഇത് കറിക്കകത്തൊക്കെ ഇടുന്ന ഫ്ലേവറിന് വേണ്ടി ഇടുന്നല്ലേ അല്ലേ? ഫ്ലേവറിന് വേണ്ടി ഇടുന്നത്. ഇതാണ് റോസ്മേരി എന്ന് പറയുന്ന സാധനം. എന്നിട്ട് കറിക്കകത്ത് ഇടുന്നുണ്ട്. ഇറ്റാലിയൻ സീസണിൽ പൊടിക്കാനോ അങ്ങനെ കുറേ പെപ്പറിക്ക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. റിച്ച് ഇൻഗ്രീഡിയൻസ് ആണോ? കഴിക്കാൻ പറ്റുമല്ലോ അല്ലേ? അത് അവസാനം പറയാം. അടുത്ത സാധനം ഉണ്ടോ? ഫ്രഷ് ക്രീം ഒക്കെ. ഇത് ഭയങ്കര ടേസ്റ്റുള്ള സാധനമായിരിക്കും തോന്നുന്നത്. ആടാ, ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് അതിലും കാണുമല്ലോ. ഓക്കെ, കൊള്ളാം. ലാസ്റ്റ് ഇച്ചിരി ഉപ്പും അല്ലേ? ഇച്ചിരി ഉപ്പ് പാകത്തിന്. ഓക്കെ, ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. പൊളി സാധനമാണെന്ന് തോന്നുന്നു. അതെ, പൊളി സാധനം തന്നെയാണ്. അവൻ കുക്കിങ്ങിൽ പൊളിയാണ്. അല്ല, അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് സാധനം. 2 പൊറോട്ടയുടെ കൂട്ടി അപ്പോൾ സെറ്റാവും. ഒന്ന് നോക്കട്ടെ, ഇച്ചിരി പൊറോട്ട എടുത്തിട്ട്. ചിക്കനാണേ, ചിക്കനും മറ്റ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെയാണ്, മഷ്റൂമും. പിന്നെ ഞാനിങ്ങനെ എടുത്തിട്ട് നോക്കാം. കൊള്ളാം, സൂപ്പറാണ്. ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. ചിക്കനോട് നോക്കട്ടെ. ചിക്കൻ വെന്തോ ഇല്ലെന്ന് പറയണേ. കുഴപ്പമില്ല, അടിപൊളി, സൂപ്പർ, പൊളി സാധനം. അപ്പോൾ ഓക്കേടാ, സൂപ്പർ, പൊളി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അതാ ഉദ്ദേശിച്ചത്. ഓക്കെ.